ഹായ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് ഞങ്ങളെ കുടുംബക്ഷേത്രമാണ്. ഞങ്ങളിവിടെ തൊഴാനായിട്ട് ഇന്ന് മൂന്നാളും കൂടി വന്നതാണ്. അപ്പോൾ എൻ്റെ മോനിതേ വന്ന സമയം തൊട്ട് പ്രസാദത്തിനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. അവന് ഈ പായസം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അവനിനി ആർക്കും അത് കൈവിട്ട് കൊടുക്കില്ല. ഇനി ഇവിടെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് കേട്ടോ. ഭഗവതി, ദുർഗാദേവി, അങ്ങനെ മഹാദേവൻ, ഗണപതി, അയ്യപ്പൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ തൊഴുത് അത് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു തോടൊക്കെ ഉണ്ട്. തോടിലൊക്കെ കല്ലെറിഞ്ഞിട്ടേ ഞങ്ങൾ വരുള്ളൂ കേട്ടോ. അത് ഏട്ടന് ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തൊഴുതിറങ്ങിയതാണ്. അതിനുശേഷം അതെ എൻ്റെ കൃഷി സ്ഥലമാണ് ഈ കാണുന്നത്. ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി ഇവിടെ തുടങ്ങുകയാണ്. എൻ്റെ പച്ചക്കറികളൊക്കെ പോയി നോക്കുക, അവരെ ആവശ്യങ്ങളൊക്കെ ചെയ്യുക, അതാണ് എൻ്റെ മെയിൻ കാര്യം. ഇന്നിപ്പോൾ കുറച്ച് വിളവെടുപ്പുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ചീര, മോന് ചീര തോരൻ വെക്കണം. അപ്പം ചീര ഞാൻ ഈ തവണ കുറച്ചേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. എനിക്കിങ്ങനെ ഓരോന്ന് കുഴിച്ചിട്ട് ചെടിയൊക്കെ ഉണ്ടായി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സിന്. അപ്പം ഞാനിങ്ങനെ എല്ലാ വർഷവും കുറച്ചാണെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. എനിക്കിഷ്ടമാണത്. വീട്ടിലിരിക്കുമ്പം വെറുതെ ഇരിക്കാൻ ഭയങ്കര മടിയാണ്. എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്തവണ അധികമൊന്നും ചെയ്യാത്തതുകൊണ്ട് കുറേ ഉള്ളപ്പോൾ ഞാൻ അടുത്തുള്ള വീട്ടിലൊക്കെ കൊടുക്കാറുണ്ട് ചീര. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കൊന്നും അധികം ഇഷ്ടമല്ല ചീര. അതുകൊണ്ട് മോനും ഞാനുമാണ് അധികം കഴിക്കുക. എന്നെ പിന്നെ പച്ചക്കറിയായിട്ടൊരു ബന്ധവുമില്ല. അത് ഞാൻ അങ്ങനെ കഴിക്കാറില്ല പച്ചക്കറി. സാമ്പാറൊക്കെ അങ്ങനെ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ളതേ എടുത്തിട്ടുള്ളൂ. ഇത്രയേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിപ്പം വാടി വരുമ്പം ഇതിലും കുറയും. എന്നാലും അത് മതി, ആവശ്യത്തിനുള്ളത് മതിയല്ലോ. അങ്ങനെ ഞാൻ ചീര കഴുകാനായിട്ട് പൈപ്പിൻ്റെ ചോട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരാളെ കണ്ടു കേട്ടോ. അവർക്ക് ഭയങ്കര ദാഹമൊക്കെ ആയിട്ട് വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥിരമായിട്ട് ഇവിടെ വന്നിരിക്കാറുണ്ട്. ഇവർ മാത്രമല്ല, നമ്മൾ കാണാത്ത കുറേ കിളികളൊക്കെ വരാറുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അവർക്കായിട്ടൊരു പാത്രമൊക്കെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ. എൻ്റെ മോൻ ഭയങ്കര അലമ്പാണ്, ശബ്ദമുണ്ടാക്കി ഓടി കളിക്കുക. അങ്ങനെ നമ്മൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും കൂട്ടിയിട്ട് ചോറ് വയ്ക്കാം. വീഡിയോ ഇഷ്ടമാവുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ.